നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള ഫിലിമുണ്ടല്ലോ, അതിനകത്ത് സോളമൻ മോഹൻലാലിൻ്റെ ക്യാരക്ടർ സോഫിയോട് പറയത്തില്ലേ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അത് എത്ര വർഷം മുമ്പ് പറഞ്ഞതാണെങ്കിലും എന്തൊരു ഫീലിലാണ് അത് പറയുന്നത്. മോഹൻലാൽ ഇങ്ങനെ അവരുടെ ശാരിയുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് ആ ഡയലോഗ് പറയുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പറയുമ്പോൾ പോലും അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും, അനുകൂലമായിരിക്കുമോ എന്നൊക്കെ ഉള്ള ആ ഒരു സംശയം ഈ മോഹൻലാലിൻ്റെ കണ്ണിൽ കാണാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ അഭിനയം ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് ആ സ്ക്രിപ്റ്റ്, ആ ഡയലോഗ് തന്നെ അടിപൊളിയാണ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ്, ആ സ്ക്രിപ്റ്റ് തന്നെ, അതായത് ആ ഡയലോഗ് തന്നെ അടിപൊളിയാണ്. മൂന്നാമത്തേത് ഇങ്ങേരത് പറഞ്ഞു വെച്ചേക്കുന്ന രീതിയുണ്ട്. ആകെ 2-3 സെക്കൻഡുള്ള ഒരു വോയിസാണ്, പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്ന വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് അസാധ്യമാണ്. ആ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പറഞ്ഞു തൊട്ടിട്ട് ഏറ്റവും അവസാനം അത് ഫിനിഷ് ചെയ്യുന്ന ഒരു ലൈനുണ്ട്. ഈ സോഫിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇവർ വീട്ടിൽ ചെന്നിട്ട് ബൈബിൾ തുറന്ന് നോക്കും. ഇപ്പം പുള്ളി പറയുന്നുണ്ട് ബൈബിളിൻ്റെ ഏത് പേജ് വായിക്കണമെന്ന്. അപ്പോൾ ഇതവർ വായിച്ച് കഴിയുമ്പം ഇവർ തന്നെ വായിക്കുന്നു, അവരുടെ സൗണ്ടിൽ കേൾക്കുന്നു. അതിനുശേഷം മോഹൻലാൽ പറയും, അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും എന്ന് പറയും. ആ പറയുന്ന ആ ഒരു സെക്കൻഡിലുള്ള ആ ഒരു വരികൾ പോലും ഭയങ്കര ഫീലിലാണ് പറഞ്ഞേക്കുന്നത്. അത് എത്ര ആൾക്കാർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പറ്റുമെന്നറിയത്തില്ല. ഈ മോഹൻലാലൊക്കെ ഈ ഡയലോഗ് പറയുമ്പം ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഇത്രയും ആലോചിച്ചിട്ടാണോ പറയുന്നത് തന്നെ അതിശയിച്ചു പോകും. അതും എത്ര വർഷം മുമ്പാണ്. അന്നൊന്നും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഫോണിൽ കേൾക്കുന്ന പരിപാടിയോ വേറെ എവിടെ നിന്നും കേൾക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. സ്റ്റുഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫിലിം ഹിറ്റായപ്പോലും ഈ ഒരു ഡയലോഗ് ഹിറ്റാവുന്ന എന്തോ ഉറപ്പാണ് അവർക്കുള്ളത്. എന്നിട്ടും അത് ചെയ്തു വെച്ചേക്കുന്നത് അസാധ്യമാണ്.